ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇടിച്ചക്കയുടെ തൊലി കളയാനും അതുപോലെ കയ്യിലൊക്കെ അരക്കാവുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നമ്മുടെ കയ്യിൽ അരക്കൊന്നും പറ്റാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇടിച്ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഇടിച്ചക്കയുടെ പകുതി പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതല്ലാണ്ട് ഇതുപോലെ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് വെള്ളം കൂടി വെച്ച് ഒരു 2 വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചക്കയൊക്കെ വെന്ത് കിട്ടും. നമ്മൾ കയ്യിലൊക്കെ അരക്കൊക്കെ ആവാൻ ഉള്ള ഇത് ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമ്മൾ അധികവും ഈ ഒരു ചക്കയൊക്കെ കിട്ടിയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഒരു മടിയായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇടിച്ചക്കയൊക്കെ കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ 2 വിസിൽ മാത്രം അടുപ്പിച്ച് കൊടുത്താൽ നമ്മുടെ കയ്യിൽ കണ്ടില്ലേ അരക്കൊന്നും ആവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനും പറ്റും. നമ്മൾ സാധാരണ ചക്കയുടെ അരക്കൊക്കെ കളഞ്ഞ് അതൊക്കെ കട്ട് ചെയ്ത് വേവിച്ച് എടുക്കുന്നതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് ചക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെത്തി കൊടുത്താൽ നമ്മുടെ അരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ചക്ക പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഇതുപോലെ നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ ഒട്ടും ആവുകയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊരു തോരനാക്കി എടുക്കാനും കഴിയും. അപ്പോൾ മുഴുവൻ ചക്കയുടെയും അരക്ക് ഞാൻ ഇതുപോലെ കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇതൊക്കെ ആക്കുന്ന സമയത്ത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ടാണല്ലോ ഇത് റെഡിയാക്കി എടുക്കൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൈ വെച്ച് ജസ്റ്റ് ഇതുപോലെ പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിലൊക്കെ ഇട്ടൊന്ന് ചതുക്കി എടുക്കലാണ് പതിവല്ലേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൈ മാത്രം മതി. ഇതുപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ചക്കയൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ആക്കി എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ല, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തോരനാക്കി എടുക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ തോരനൊക്കെ ആക്കി എടുക്കൽ. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചക്കക്ക് അനുസരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ, എണ്ണയും കടുകൊക്കെ. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിവിടെ ചതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചക്ക ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതല്ലാണ്ട് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇടിച്ചക്കയൊക്കെ കിട്ടുമ്പോൾ റെഡിയാക്കിയില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. സാധാരണ എല്ലാവരും തേങ്ങയും കാന്താരി മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടായിരിക്കും ഉണ്ടാക്കിയെടുക്കൽ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി നമ്മളിതിൽ വേവിക്കുമ്പോൾ മാത്രമാണ് ഉപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൽ ഒരു തുള്ളി വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടില്ല നമുക്ക് നമ്മുടെ ഈ ഒരു ചക്ക വറവ് നന്നായിട്ട് തന്നെ ഇതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാനൊരു സെർവിങ് ബോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതല്ലാണ്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇടിച്ചക്കയൊക്കെ കിട്ടുന്ന ടൈമാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് ഞാൻ മുമ്പും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.